ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഈ വീക്കിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഭാഗമായ ISRO DRDO ആ ഏരിയസും കേരള ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആയിരിക്കും ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന രണ്ട് ചാപ്റ്റേഴ്സ്. ഓക്കെ, സോ ISROയിൽ തന്നെ ISRO സൈറ്റ് കയറുക. ഓക്കെ, എന്നിട്ട് ആ സൈറ്റിൽ തന്നെ മിഷൻസ്, സ്പേസ് ക്രാഫ്റ്റ്, ലോഞ്ചേഴ്സ്, ആപ്ലിക്കേഷൻസ്, ഓക്കെ, ഈ 4 ഏരിയാസ് നല്ലോണം ഈ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ഒതൻറ്റിക്കേറ്റഡ് ആവും. ബിക്കോസ് ഗവൺമെൻറ് സൈറ്റാണിത്. സോ ഇതിൽ തെറ്റ് വരത്തില്ല. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മിഷൻ ക്ലിക്ക് ചെയ്യാണ്. സോ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് എന്താണ് PSLVയുടെ 50ാമത്തെ മിഷനും പൂർത്തിയാവാൻ പോകുന്നു. അപ്പോൾ PSLV എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഏറ്റവും കൂടുതലായിട്ട് ലേറ്റസ്റ്റ് മിഷൻ ആണ് PSLV C47 അല്ലെങ്കിൽ കാർട്ടോസാറ്റ് 3 മിഷൻ. ഓക്കെ, അതിന് തൊട്ട് മുന്നേ ആയിരുന്നു എന്ത് GSLV MK3 ചന്ദ്രയാൻ 2. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത് മാർസ് ഓർബിറ്റർ മിഷൻ ആണ്. ഓക്കെ, സോ അത് നോക്കാം. സോ മാർസ് ഓർബിറ്റർ മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ മാർസിലേക്ക്, അതായത് ചൊവ്വ ഗ്രഹത്തിലേക്ക് നമ്മുടെ ഫസ്റ്റ് വെഞ്ചർ ആയിരുന്നു. അത് ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റി, നമ്മൾ കറക്റ്റ് ആയിട്ട് അത് സക്സസ് ആയി എന്നുള്ളതാണ് മാർസ് ഓർബിറ്റർ മിഷനെ ബാക്കിയുള്ള ലോകത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ മിഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ സംഭവം ചെയ്തു, സക്സസ് ആയി എന്നുള്ളതാണ്. ഓക്കെ, സോ അത് മാത്രമല്ല, നമ്മളെ കൺട്രി ഇന്ത്യ മാത്രമാണ് ആദ്യമായിട്ടൊരു മാർസിലേക്ക് ഒരു സംഭവം വിടുകയും സക്സസ് ആവുകയും ചെയ്തു. ഓക്കെ, സോ ഒരുപാട് ഡെവലപ്മെന്റ്സ് വേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട് അല്ലേ. സോ 2016 അല്ലേ ചെയ്തത്. സോ ലോഞ്ച് വെഹിക്കിൾസ് എന്ന് പറയുന്നത് PSLV C25 ആണ് ലോഞ്ച് ചെയ്തത്. സോ ഇത് ഈ സാധനത്തിനകത്താണ് നമ്മൾ നമ്മുടെ മോം സംഭവം വെച്ചത്, മാർസ് ഓർബിറ്റർ മിഷൻ മോം എന്നാണ് പറയുന്നത്. സോ മോം വാസ് ലോഞ്ച്ഡ് അബ്രോഡ് ഇൻ PSLV C24 ആൻഡ് വിച്ച് വാസ് XL വേരിയന്റ് ആയിരുന്നു. PSLVയുടെ XL വേരിയന്റ് ആണ് ഏറ്റവും കൂടുതൽ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് റിലയബിൾ ലോഞ്ചിങ് വെഹിക്കിൾ ആണ് PSLV. ഓക്കെ, XL വേരിയന്റ് എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രയാൻ ഉപയോഗിച്ചിരുന്നു, ഫസ്റ്റ് ചന്ദ്രയാനിലും പിന്നെ GSAT-12, RISAT-1. സോ ഈ മൂന്നിനും നമ്മൾ ഉപയോഗിച്ചിരുന്നു. സോ ഫസ്റ്റ് ചന്ദ്രയാൻ എപ്പോഴും 2008 അത് കഴിഞ്ഞ് GSAT-12 യൂസ് ചെയ്തു, RISAT 2012 അതിനും യൂസ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ലോഞ്ച് വെഹിക്കിളിനെ പറ്റി കുറച്ചറിയാം. സോ 25th ഫ്ലൈറ്റ് ഓഫ് PSLV ആയിരുന്നു മോം മിഷൻ കൊണ്ടുവന്നത്. അത് ഫസ്റ്റ് ലോഞ്ച് പാഡ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 4 സ്റ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് സോളിഡ് ലിക്വിഡ് അത് ഓർത്ത് വെച്ചേക്കണം. പ്രൊപ്പല്ലന്റ് ആണ്. ഓക്കെ, സോളിഡ് ലിക്വിഡ് അങ്ങനത്തെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഇമേജസ് ആണ് ഈ കാണുന്നത്, കണ്ടോ. ഒളിമ്പസ് മോൺസ് എവിടെയുള്ളതാണ്? ഇതാണ് ഒളിമ്പസ് മോൺസ്. മാർസിൽ കാണുന്ന ഒരു നമ്മുടെ ഹിമാലയം പോലത്തെ ഒരു മൗണ്ട് ആണ് അല്ലെ, ഒളിമ്പസ് മോൺസ്. KC വാലിസ് അതും എവിടെയാണ് കാണുന്നത്? മാർസിൽ കാണുന്നതാണ്. ബാഖുയിസൻ അതെവിടെയാണ്? ക്രേറ്റർ ആണ്, ഒരു കുഴി പോലത്തെ സംഭവമാണ്. നമ്മൾ ഈ റോഡിൽ പോകുന്ന ഗട്ടർ ഇല്ലേ, അതുപോലത്തെ സംഭവമാണ് ബാഖുയിസൻ. അപ്പൊ ഇനി റോഡിൽ ഗട്ടർ കാണുമ്പോൾ ഇതോ ഒരു ബാഖുയിസൻ എന്ന് പറയാം. ഓക്കെ, സോ ബാഖുയിസനും എവിടെയുള്ളതാണ്? മാർസിലുള്ളതാണ്. മ്യൂല്ലർ കണ്ടോ, മ്യൂല്ലർ സയന്റിസ്റ്റിന്റെ പേരാണ്. ഓക്കെ, ജീഗോ മുല്ലർ കൗണ്ടർ എന്ന് പറഞ്ഞ് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ചവർക്ക് അറിയാം. സോ മുല്ലർ അത് ടൈറീനിയം ക്വാഡ്രാങ്കിൾ ഓഫ് മാർസ് ആണ്. എന്ന് വെച്ചാൽ ടൈറീനിയം കിട്ടുന്ന ഏരിയ ആണ്, മെറ്റൽ ആണ്. ഓക്കെ, ഇത് എഡ്രിയാന ക്വാഡ്രാങ്കിൾ. ഇതൊക്കെ എവിടെയുള്ളതാണ്? മാർസിലുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് കോപ്പറേറ്റ്സ് റീജിയൻ. കോപ്പറേറ്റ്സ് എവിടെയുള്ള? മാർസിലുള്ളതാണ്. ജസ്റ്റ് ആ റീജിയൻ ഒന്ന് ചോദിക്കുക. ഒളിമ്പസ് മോണ്ട് മിക്കവാറും നമ്മൾ ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. സോ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
മിഷൻ ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ സൈഡിൽ നോക്കുമ്പോൾ മിഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. മിഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടെക്നോളജിക്കലായിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാർസ് നമ്മൾ നോക്കുന്നത് എന്തിനാണ്? ഒരു സർവൈവ് ചെയ്യാനും അല്ലേ, അങ്ങനെ ഒരു സംഭവമായിട്ടാണ് നമ്മൾ മാർസിനെ കാണുന്നത്. അത് 300 ദിവസത്തെ ക്രൂസ് ഫേസ് ആണ് നോക്കുന്നത്. പിന്നെ മാർസ് ഓർബിറ്റ് ഇൻസേർഷൻ ഉണ്ട്, ക്യാപ്ചർ ഉണ്ട്, പിന്നെ ഡീപ് സ്പേസ് കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, മിഷൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്, പിന്നെ ഇൻകോർപ്പറേറ്റ് ഓട്ടോണമസ് ഫീച്ചേഴ്സ് ടു ഹാൻഡിൽ കണ്ടിൻജൻസി, ഏറ്റവും വലിയ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മാർസ് സർഫസിന്റെ ഫീച്ചേഴ്സ് അറിയാൻ, മോർഫോളജി അറിയാൻ, മിനറോളജി, മാർഷ്യൻ അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം അറിയാനായിട്ട്. ഓക്കെ, അതിന്റെ പ്രൊഫൈൽ നോക്കാം. ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എർത്ത്. ഓക്കെ, എർത്തിന് ചുറ്റിയിട്ട് ഇവിടെ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? സ്റ്റേജ് 1 ഇത് കൊടുക്കും, ഇഗ്നിഷൻ കൊടുക്കും, അപ്പോൾ ഇങ്ങോട്ട് വരും. അതിൽ നിന്ന് പിന്നെ വീണ്ടും ഇങ്ങനെ വരും. സോ അത് എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും എന്ത് വരും? സോ അങ്ങനെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഓരോ ഓർബിറ്റ് മാറാൻ സമയമാകുമ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് പോകും. അതൊരു പുഷ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു ഓർബിറ്റ് പോകുന്നത്. അത് വളരെ ക്ലാരിറ്റിയോടെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ആ സ്ഥലത്ത് വരത്തില്ല. ഫസ്റ്റ് ജിയോസെൻട്രിക് ഫേസ്. ജിയോസെൻട്രിക് ഫേസ് എന്ന് പറഞ്ഞാൽ എർത്തിന് ചുറ്റുമുള്ളതാണ്. അതെന്ന് പറയുന്നത് എലിപ്റ്റിക് പാർക്കിംഗ് ഓർബിറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. 6 മെയിൻ എഞ്ചിൻ ബേൺസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അത് കഴിഞ്ഞ് ഹീലിയോസെൻട്രിക് ഫേസ്, അത് കഴിഞ്ഞ് മാർഷ്യൻ ഫേസ്. ഓക്കെ, അതിലെന്ന് പറയുന്നത് മാർസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ റീഓറിയന്റ് സ്പേസ് ക്രാഫ്റ്റ്. ബോംബ് ഈസ് റീഓറിയന്റഡ് ടു അലോ ടു ത്രസ്റ്റ് വെസ്റ്റ് ബിഫോർ ഫയറിംഗ് ദ എൻജിൻസ് ടു റെഡ്യൂസ് ദ വെലോസിറ്റി. ത്രസ്റ്റ് വെക്ടറുമായിട്ട് അലൈൻ ചെയ്യാനായിട്ട്, വെലോസിറ്റി കുറയ്ക്കാനായിട്ട് അതിനെ എന്ത് ചെയ്യും? റീഓറിയന്റ് ചെയ്യും. പിന്നെ എൻജിൻ ഫയറിംഗ് 440 ന്യൂട്ടൺ ലിക്വിഡ് എൻജിനാണ്. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. സോ 440 ന്യൂട്ടൺ ലിക്വിഡ് എൻജിനും പിന്നെ 8 നമ്പർ ഓഫ് 22 N ത്രസ്റ്റേഴ്സും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും വേണ്ട. ഓക്കെ, ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടേ. അടുത്തത് ബ്രോഷർ, ഇത് വേണം കേട്ടോ. ഈ ബ്രോഷറാണ് മിക്ക പത്രത്തിലൊക്കെ വരുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇതിലെന്ന് പറയുന്നത് ഇതിലാണ് കറക്റ്റായിട്ട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സൈറ്റിൽ പോകുമ്പോൾ. ഓക്കെ, ഓക്കെ, ഫ്ലിപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയെടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാലും മതിയേ. ഇതിൽ ഡീപ്പസ്റ്റ് കാന്യോൺ ഏതാണ്, ഡിസ്റ്റൻസ് ഫ്രം സൺ എത്രയാണ്, ഗ്രാവിറ്റി എത്രയാണ്, വോൾക്കാനോ ഏതാണ്? ഒളിമ്പസ് മോൺസ് ആണ് കേട്ടോ, വോൾക്കാനോ. ഒളിമ്പസ് മോൺസ് ഇസ് എ വോൾക്കാനോ. ഓക്കെ, മാർസിലെയും എർത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബോക്സ് എന്ത് ചെയ്യുക, വായിക്കുക. ഇത് ക്ലാരിറ്റി കിട്ടത്തില്ല, ലോഡ് ചെയ്യാൻ താമസിക്കുന്നു. സോ അതുകൊണ്ടാണ് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു സംഭവം ഇതാണ് മാർസ് ഓർബിറ്റൽ മിഷൻ ബ്രോഷർ. അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. ഓക്കെ, സോ ഇത് ഇത്രയും നമ്മൾ എന്ത് ചെയ്തു, മോം കഴിഞ്ഞു. ഓക്കെ, അടുത്ത മിഷനിലേക്ക് പോവാം. LVM-3X കെയർ. ഓക്കെ, സോ LVM-3X കെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പെരിമെന്റൽ സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ് ഓഫ് ഇന്ത്യസ് ലേറ്റസ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ആയ LVM-3. അത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. December 18, 2014 ആണ്. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോംപ്ലക്സ് അറ്റ്മോസ്ഫിയറിൽ ഫ്ലൈറ്റ് കൊണ്ടുപോകുക എന്നുള്ളതും ഒരുപാട് ന്യൂ ഫീച്ചേഴ്സും പിന്നെ മെഷീൻ ഡിസൈൻ, സിമുലേഷൻ, സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ, പിന്നെ റീ എൻട്രി കെയർ, ക്രൂ മൊഡ്യൂൾ കെയറിലേക്ക് റീ എൻട്രി എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് എന്ത് കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് നമ്മളെ വേസ്റ്റ്, നമ്മുടെ സാറ്റലൈറ്റിന്റെ വേസ്റ്റ് എവിടെ വരുന്നുണ്ട്? ക്രൂ മോഡ്യൂൾ എല്ലാം ഈ എർത്തിന് ചുറ്റുമുണ്ട്. അപ്പോൾ അതിനൊരു പേര് പറയും, പേര് ഞാൻ മറന്നുപോയി. സോ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു എർത്തിന് ചുറ്റും നല്ല വേസ്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഈ വേസ്റ്റ് പോലത്തെ സാറ്റലൈറ്റ് വേസ്റ്റ് വരുന്നുണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു സംഭവമാണ് കെയർ മോഡ്യൂൾ. അതായത് ആവശ്യമുള്ള സംഭവം കൊണ്ടുവന്നിട്ട് അതിനെ തിരിച്ച് നമ്മുടെ എർത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അത് ഓഷ്യനിലാണ് വീഴുന്നത്, കണ്ടോ? ഇതേപോലെ ഓഷ്യനിൽ വീഴും. എന്നിട്ട് അതിനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മോഡ്യൂളാണ് കെയർ എന്ന് പറയും. ക്രൂ മോഡ്യൂൾ, റീ എൻട്രി മോഡ്യൂളാണ് നമുക്ക് കെയർ മിഷൻ എന്ന് പറയും.
ഇനി അറിഞ്ഞിരിക്കേണ്ടത് GSLV-MK3 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതാണ് ചന്ദ്രയാൻ 2-നെ ലോഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. 3-സ്റ്റേജ് ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. അതിൻ്റെ സ്റ്റേജ് 3 സ്റ്റേജ് ആണ്. ലിഫ്റ്റ് ഓഫ് മാസ് 640 ടൺസ് വരാൻ ഉപയോഗിക്കാം. പിന്നെ അതിൽ ഓർത്തിരിക്കേണ്ടത് ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൻ്റെ പിന്നെ ലോ എർത്ത് ഓർബിറ്റിനൊക്കെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും. ട്വൈസ് ദ ക്യാപ്പബിലിറ്റി. GSLV-MK2-നെക്കാളും 2 ഇരട്ടി ക്യാപ്പബിലിറ്റി കൂടുതലാണ്. 2 സ്ട്രാപ്പ് ഓൺ മോട്ടോഴ്സ് ആണ് ഉള്ളത്. 2 സൈഡിലായിട്ട് കോർ ലിക്വിഡ് ബൂസ്റ്റർ ആണ് ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഫ്ലൈറ്റ് ആയിരുന്നു LV-MX3 കെയർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റീ എൻട്രി ഓഫ് ദ മോഡ്യൂൾ. First development flight of GSLV successfully placed GSAT-19 satellite to geosynchronous transfer orbit. പിന്നെന്താണ്, GSLV-MK3D2 ആണ് സെക്കൻഡ് എലമെന്റൽ ഫ്ലൈറ്റ് ഓഫ് GSLV-MK3. അത് GSAT-29 നവംബർ 14, 2018 ചെയ്തിട്ടുണ്ട്. M1 ഉണ്ട്, അതാണ് M1 ആണ്. ഇതിൻ്റെ M1 ആണ് എന്ത് ചെയ്തത്, ചന്ദ്രയാൻ 2-നെ സെക്കൻഡ് ലൂണാർ മിഷനിലേക്ക് ഇന്ത്യാസിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, സോ അതിൻ്റെ നമ്മൾ ഓരോന്ന് വിധമാണ് കാണുന്നത്. ജസ്റ്റ് എന്താ സംഭവം എന്ന് അറിഞ്ഞിരിക്കാം. ബിക്കോസ് 5-6 സെൻറ്റൻസ് വരുമല്ലോ. മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിൽ 5-6 സെൻറ്റൻസ് വന്നിട്ട് 1 and 2 അല്ലേ വരുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത മിഷൻ നോക്കാം. സോ അടുത്ത മിഷൻ എന്ന് പറയുന്നത് അസ്ട്രോസാറ്റ്. അസ്ട്രോസാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, LDC ലെവലിലൊക്കെ. അസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആസ്ട്രോണമി മിഷനാണ്. ആസ്ട്രോണമി മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റേ, ഒപ്റ്റിക്കൽ, UV ഇതെല്ലാ ബാൻഡ്സും യൂസ് ചെയ്തിട്ട് നമ്മളെ സെലസ്റ്റിയൽ സോഴ്സസ്, സ്റ്റാർസ്, സൺ, മൂൺ, വേറെ പ്ലാനറ്റ്, അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് അസ്ട്രോസാറ്റ് വെച്ചിട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ആസ്ട്രോണമി മിഷനാണ്. എനർജി ബാൻഡ്സ് ഓഫ് UV, നിയർ ആൻഡ് ഫാർ UV റേസ്, നിയറും ഫാറും UV റേസും, ലിമിറ്റഡ് ഒപ്റ്റിക്കൽ എക്സ്റേ റെജൈംസും ആണ് ഇത് ഉപയോഗിക്കുന്നത്. വൺ ഓഫ് ദ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് മൾട്ടി വൈവ് ലെങ്ത് ഒബ്സർവേഷൻ. നമുക്ക് ഒരേ സമയം തന്നെ അൾട്രാ വയലറ്റും എക്സ്റേയും ഒക്കെ യൂസ് ചെയ്യാം. Astrosat with a lift of mass of 1515 kilogram launched in September 28, 2015 ആണ്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് വളരെയധികം സക്സസ് ആയിട്ടുണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഹൈ എനർജി പ്രോസസ്, ബൈനറി സ്റ്റാർ സിസ്റ്റം ഉണ്ട്. 2 സ്റ്റാർസ് ഒരുമിച്ച് നിൽക്കും, അതിൻ്റെ ഏകദേശം എല്ലാവരും പോലെ ആയിരിക്കും. അതിനാണ് ബൈനറി സ്റ്റാർ സിസ്റ്റം ഉണ്ട്. അത് ചിലപ്പോൾ ന്യൂട്രോൺ സ്റ്റാർസ് ആയിരിക്കാം, ബ്ലാക്ക് ഹോൾസ് ആയിരിക്കും. അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ന്യൂട്രോൺ സ്റ്റാറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റഡി സ്റ്റാർ ബർത്ത് ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെ സ്റ്റാർ ഫോർമേഷൻ ചെയ്യുന്നു, എങ്ങനെ ആ ഹൈ എനർജി പ്രോസസ് ആണ് അതൊക്കെ, അതിനൊക്കെ ബിയോണ്ട് അവർ ഗാലക്സിന് ബിയോണ്ട് ആയിട്ട് പഠിക്കാനായിട്ട്. പിന്നെ ഡിറ്റക്ട് ന്യൂ ബ്രീഫ്ലി ബ്രൈറ്റ് എക്സ്റേ സോഴ്സസ്, പുതിയ എക്സ്റേ സോഴ്സസ് വല്ലതും സ്കൈലുണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ പെർഫോം എ ലിമിറ്റഡ് ഡീപ് ഫീൽഡ് സർവേ യൂണിവേഴ്സ് ഓഫ് ദ അൾട്രാ വയലറ്റ് റീജിയൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ അതിൻ്റെ മേജറായിട്ടുള്ള കാര്യം. ഇത് ഇത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത മിഷൻ നോക്കാം. കാർട്ടോസാറ്റ് 3 ഈ ഇടയ്ക്കുള്ള അല്ലേ, കാർട്ടോസാറ്റ് 3 ഈ ഇടയ്ക്ക് നവംബർ 27, 2019 ലോഞ്ച് ചെയ്തതാണ്. PSLV C-47 അത് ലോഞ്ച് കാർട്ടോസാറ്റ് 3യും പിന്നെ 13 കൊമേഴ്ഷ്യൽ നാനോ സാറ്റലൈറ്റ്സ് ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. അത് നവംബർ 27, 2019 ആയിരുന്നു. പിന്നെ 21st ഫ്ലൈറ്റ് ഓഫ് PSLV ഇൻ എക്സൽ കോൺഫിഗറേഷനിൽ 21st ഫ്ലൈറ്റ് ആയിരുന്നു. ആൻഡ് അബൌട്ട് 17 minutes 38 seconds ആണ് എടുത്തത്. ഓക്കെ, കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് 3rd ജനറേഷൻ അഡ്വാൻസ് സാറ്റലൈറ്റ് ആണ്. ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് കാപ്പബിലിറ്റി ആണ്. ഓക്കെ, അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കാർട്ടോസാറ്റിനെ പറ്റി വേറെ ഇല്ലേ. കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, 3rd ജനറേഷനിൽ നല്ല ക്ലാരിറ്റി കിട്ടും കേട്ടോ. നല്ല ക്ലാരിറ്റിയാണ്, നമുക്ക് പോയി ഉപയോഗിക്കാൻ പറ്റും. ലാർജ് സ്കെയിൽ അർബൻ പ്ലാനിംഗ്, റൂറൽ റിസോഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, കോസ്റ്റൽ ലാൻഡ് യൂസ്, ലാൻഡ് കവർ, ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ പഠിച്ചോളാം. ലാർജ് സ്കെയിൽ അർബൻ പ്ലാനിംഗ്, റൂറൽ റിസോഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കോസ്റ്റൽ ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് കവർ. ഓക്കെ, മിഷൻ ലൈഫ് 5 വർഷത്തേക്കാണ്. മീൻ ഓൾട്ടിറ്റ്യൂഡ് 509 കിലോമീറ്റർ ആണ്. പിന്നെ ഓവറോൾ മോസ് 1625 കിലോഗ്രാം. പവർ ജനറേഷൻ 2000 watt. ഓക്കെ, ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് കാപ്പബിലിറ്റി ആണ് ഇതിലുള്ളത്.
ഓ ഇത് ഫ്ലിപ്പിംഗ് ബുക്കാണ്. ഇതും ജസ്റ്റ് ഒന്ന് ഞാൻ മറിച്ച് നോക്കാം കേട്ടോ. ഇതിപ്പോൾ സമയം കിട്ടുമെന്ന്. ഓക്കെ അത് പറ്റുമൊക്കെ നോക്കട്ടെ. യാ ഇന്ത്യസ് പോളാർ സാറ്റലൈറ്റ് വെഹിക്കിൾ ഇത് 49th മിഷൻ ആയിരുന്നു അത്. ഓക്കെ ഇനിയിപ്പോൾ ഒരു 50th മിഷൻ വരുന്നുണ്ട്. ഓക്കെ അതിന്റെ മൊത്തത്തിലുള്ള 49th മിഷനാണ്. പിന്നെ എക്സൽ കാറ്റഗറിയിലാണ് 27 എന്ന് പറയുന്നത്. ഓക്കെ കാർട്ടോസാറ്റ് 3യും പിന്നെ 13 കൊമേഴ്ഷ്യൽ നാനോ സാറ്റലൈറ്റുമാണ് ഉപയോഗിക്കുന്നത്. 3rd ജനറേഷൻ അഗൈൽ അഡ്വാൻസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഈ സെയിം സെന്റൻസ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും ദൈവം സഹായിച്ചാൽ. ഓക്കെ കാരണം ഗവൺമെന്റ് സൈറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അടുത്തത് 74th ലോഞ്ച് വെഹിക്കിൾ മിഷൻ ആണ്. 49th ഫ്ലൈറ്റ് ഓഫ് PSLV ആണ്. 21st ഫ്ലൈറ്റ് ഓഫ് PSLV XL ആണ്. 9th സാറ്റലൈറ്റ് ഓഫ് കാർട്ടോസാറ്റ് സീരീസ് ആണ്. കാർട്ടോസാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മാപ്പ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് കാർട്ടോസാറ്റ്. അതിലെ 9th സാറ്റലൈറ്റ് ആണിത്. ഇത് 5th ലോഞ്ച് 2019 5ാമത്തെ ലോഞ്ച് ആണ്. ഓക്കെ ഫ്ലൈറ്റ് സീക്വൻസ് ഒന്നും നോക്കണ്ട. ഓക്കെ അതൊന്നും വേണ്ട. എത്ര സ്റ്റേജ് ഉണ്ടെന്ന് വേണമെങ്കിൽ നോക്കാം. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, അങ്ങനെ 4 സ്റ്റേജസ് ആണുള്ളത്. ഓക്കെ അടുത്ത ആപ്ലിക്കേഷൻ കണ്ടോ? റൂറൽ റിസോഴ്സ്, അർബൻ പ്ലാനിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കോസ്റ്റൽ ലാൻഡ് യൂസ്, ലാൻഡ് കവർ. ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കാം. ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ അത് വെളിയിൽ നിന്നുള്ള രാജ്യങ്ങൾ നമുക്ക് കൊടുക്കും, നമുക്ക് ഇവിടെ തരും, നമ്മളത് ചെയ്യാൻ പറയും. കാരണം ഇന്ത്യയിലാണ് ഏറ്റവും കുറഞ്ഞ ചെലവ് കുറഞ്ഞ് സാറ്റലൈറ്റ് ലോഞ്ചിങ്ങും എല്ലാം നടക്കുന്നത് ഇന്ത്യയിലാണ്, വേൾഡിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർ US-ലൊക്കെ ഉള്ള ആൾക്കാർ അവിടെ ഉണ്ടാക്കുന്ന കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിത് നമ്മളിത് എന്താ ചെയ്യുക, ലോഞ്ച് ചെയ്യാൻ പറയും. ബിക്കോസ് അവർക്ക് അവിടെ തന്നെ പകുതിയിൽ ചിലവേ ഇവിടെ നിന്ന് വരുന്നുള്ളൂ. ഓക്കെ സോ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അടുത്തത് മിഷൻസ്. അടുത്ത മിഷൻ ഏത് നോക്കാം. തീർന്നു തോന്നുന്നു അല്ലേ? ഓക്കെ മേജർ ആയിട്ടുള്ള മിഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. ചന്ദ്രയാൻ 2 ഒരു ഫെയിലിയർ ആണെന്ന് ആരും പറയരുത് കേട്ടോ. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഫെയിലിയർ ആണെന്ന് പറയും. സോ ഇന്ത്യാസ് ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളായ GSLV MK3M1 ആണ് കൊണ്ടുപോയത്. ഓക്കെ ജൂലൈ 22, 2019 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ആൻഡ് ഹൈലി കോംപ്ലെക്സ് മിഷൻ ആണ്, അത് നമുക്കറിയാലോ. ബിക്കോസ് അതിൽ ഏറ്റവും ക്രൂഷ്യലായ പാർട്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ലാൻഡിങ് ആണ്. മൂണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് വെരി മച്ച് ഹാർഡ്. ബിക്കോസ് നമ്മൾ ഇത്രയും ചുറ്റി അവിടെ കൊണ്ടുവരുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കെമിക്കൽ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ അനുസരിച്ച് അത് കറക്റ്റ് ആയിട്ട് വരണം. നമ്മളാണ് ഏറ്റവും കൂടുതൽ മീൻസ് ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് മൂണിന്റെ സൗത്ത് പോൾ. അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ 2 മിഷൻ കൊണ്ടുവന്നത്. അവിടെ തന്നെ സൗത്ത് പോളിൽ തന്നെ പഠിക്കുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം തന്നെ എവല്യൂഷന്റെ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ പക്ഷെ അത് ഫെയിലിയർ ആയെങ്കിൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും. Okay, so topography, seismography, mineral identification, distribution, surface chemical composition, thermophysical characteristics of topsoil, leading to new understanding of origin and evolution. മൂന്നിന്റെ തന്നെ എവല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ജസ്റ്റ് ഇത് വായിച്ചു നോക്കുക. ഓക്കെ അതിലുള്ള വിക്രമും പിന്നെ ആരാണ് ഒരാളുള്ളത്? വിക്രം ഒരാളുടെ ഉണ്ട്. ഓക്കെ അതിൻ്റെ ഈ ഫ്ലിപ്പ് പേജ് ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയാലും മതി. കട്ട് ആൻഡ് റേസർ വീഡിയോ ഉണ്ട്, ലിഫ്റ്റ് ഓഫ് ഉണ്ട്, വിക്രമും പ്രഗ്യ റോവറും. അപ്പൊ വിക്രം ലാൻഡറും പ്രഗ്യ റോവറുമാണ് VLPR. ഓക്കെ VLPR ഇതാണ് വിക്രം ലാൻഡർ. ഇതിനായിരുന്നു സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിക്കേണ്ടത്. അത് സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല, അത് പൊട്ടിത്തെറിച്ചങ്ങ് പോയി. ഓക്കെ അതാണ് ഈ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പയ്യൻ കണ്ടുപിടിച്ചത്. ഷാൻ എന്നാണ് ആ പൊട്ടിത്തെറിച്ച് വീഴുന്ന സ്ഥലത്തിന്റെ പേര്. ഓക്കെ അത് ഷാൻ സംതിങ് ആണ് അയാളുടെ പേര് കേട്ടോ, ശങ്കറോ അങ്ങനെ എന്തോ ആണ് പേര്. IIT അങ്ങോട്ട് പഠിച്ചൊരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി കണ്ടുപിടിച്ചു മൂണിൽ എവിടെ വീണെന്നും പറഞ്ഞു. ഓക്കെ സോ അതിന്റെ ന്യൂസും ഉണ്ട്, അത് നോക്കുക. ഓക്കെ പിന്നെന്താ, വിക്രം ലാൻഡറിനെ പറ്റി ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. 3 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിന് നോട്ട് ചെയ്തെടുക്കും. ഓക്കെ വിക്രം ലാൻഡറും പിന്നെ പ്രഗ്യ റോവറാണ്. പ്രഗ്യ റോവർ അതിനെ പറ്റി കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐ മീൻ സോ അത് അത്രയും നോക്കാം. ഇനി സ്പേസ് ക്രാഫ്റ്റ്. സ്പേസ് ക്രാഫ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്പേസ് ക്രാഫ്റ്റിന്റെ ഒബ്സർവേഷൻ, നാവിഗേഷൻ, സ്പേസ് സയൻസ്, എക്സ്പെരിമെന്റൽ, സ്മോൾ സാറ്റലൈറ്റ്, യൂണിവേഴ്സിറ്റി ആയി. ഇതൊന്നും വേണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നാവിഗേഷൻ ആണ്. ബിക്കോസ് നമുക്ക് നാവിക് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഓക്കെ
സോ സാറ്റലൈറ്റ് നാവിഗേഷൻ സർവീസ് എന്ന് പറയുന്നത് എമർജിംഗ് സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റമാണ്. കൊമേഴ്ഷ്യൽ സ്ട്രാറ്റജിക് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സർവീസ് ആണ് ഏറ്റവും കൂടുതൽ. സിവിൽ ഏവിയേഷൻ ആയാലും എന്ത് സംഭവത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് നാവിഗേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഓൺ ആയിട്ടുള്ള സംഭവമാണ് GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ സിസ്റ്റമാണ് ഗഗൻ. ഗഗന്റെ ഫുൾ ഫോം ആണ് GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ. അത് ISRO വിത്ത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കൂടെ ചേർക്കുന്ന സാധനമാണ് ഗഗൻ. ഓക്കെ, അത് IRNSS വരുന്നത് അതിന്റെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെന്റഡ് സിസ്റ്റം ആണ്. ISRO വിത്ത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സർവീസ് ആണ്. അക്യുറസിയും ഇന്റഗ്രിറ്റിയും കൊടുക്കാൻ വേണ്ടിയിട്ട് സിവിൽ ഏവിയേഷൻ ആപ്ലിക്കേഷന്. പിന്നെ US-ൻ്റെതാണ് എന്ത് GPS. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഓൺ ആയിട്ടൊരു സാധനം വേണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വരുന്നത്. ഓക്കെ, സോ അടുത്തത് ദ ഗഗൻ ഇൻ സ്പേസ് ഇസ് അവൈലബിൾ ത്രൂ GSAT-8 ആൻഡ് GSAT-10. ഓക്കെ, സോ അടുത്തതിലേക്ക് പോവാം. IRNSS എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ബേസ്ഡ് പൊസിഷൻ സിസ്റ്റം ഫോർ ക്രിട്ടിക്കൽ നാഷണൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള IRNSS ആണ്. നാവിക് എന്ന് പറയും. ഓക്കെ, സോ അതിൽ രണ്ട് കൈൻഡ് ഓഫ് സർവീസ് ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസും, രണ്ട് റെസ്ട്രിക്റ്റഡ് സർവീസും. സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങൾക്കായി നമ്മുടെ ഫ്രണ്ട്ലി സ്റ്റേറ്റ്സ് ആയ ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക അവർക്കൊക്കെ കിട്ടും. റെസ്ട്രിക്റ്റഡ് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ആർമിക്കും പിന്നെ ഡിഫൻസിനും നേവൽ ഫോഴ്സിനും അവർക്ക് മാത്രം കിട്ടുന്നതാണ് റെസ്ട്രിക്റ്റഡ് സർവീസ്. ഓക്കെ, സോ നാവിക് എന്ന് പറയുന്നത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. നാവിക് മീൻസ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ഓക്കെ, പിന്നെന്താണ് ലിസ്റ്റ് ഓഫ് നാവിഗേഷൻ സാറ്റലൈറ്റ് ജസ്റ്റ് നോക്കാം. അതിനുശേഷം IRNSS 1H നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. നമ്മൾ ആദ്യം ഇറക്കിയത് IRNSS 1A ആണ്. അത് ജൂലൈ 1, 2013. അതിനുശേഷം 1B 2014, 1C വീണ്ടും 2014, 1D 2015, 2016 1E, പിന്നെ FGH, പിന്നെ ഇപ്പോൾ ഇറക്കിയത് I. സോ April 12, 2018 ആണ് IRNSS 1I ഇറക്കിയത്. സോ മൊത്തം എത്ര എണ്ണം ഉണ്ട്? ABCDEFGHI. സോ നമുക്ക് 9 സാറ്റലൈറ്റ് ഇപ്പോൾ എവിടെയുണ്ട്? നാവിഗേഷൻ സാറ്റലൈറ്റ് ഉണ്ട്. പക്ഷെ അതിൽ 1H എന്ന് പറയുന്നത് ലോഞ്ച് അൺസക്സസ്ഫുൾ ആണ്. അപ്പോൾ മൊത്തം 8 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ അതിൽ രണ്ട് ഓർബിറ്റും ഉണ്ട്. ജിയോ സിങ്ക്രണസ് ഓർബിറ്റും ജിയോ സ്റ്റേഷനറി ഓർബിറ്റും. രണ്ടും രണ്ടാണ്. അതിന്റെ ഡിഫറൻസ് അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഒന്നാണ്, ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് വേറെയാണ്. ഓക്കെ, അപ്പൊ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 2, 3, 4, 5 അല്ലെ, 5 ജിയോ സ്റ്റേഷനറിയും ബാക്കിയെല്ലാം ജിയോ 5 ജിയോ സിങ്ക്രണസും ബാക്കിയെല്ലാം ജിയോ സ്റ്റേഷനറി ഓർബിറ്റും ആണ്. ഓക്കെ, സോ ജസ്റ്റ് അത് വായിച്ചു നോക്കുക. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എല്ലാം ഒരുപാടുണ്ട്. ഏറ്റവും അടുത്ത് ഇറക്കിയ സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻസാറ്റ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. INSAT, one of the largest domestic communication satellite system in Asia Pacific region with 9 operational communication satellite placed in geostationary orbit. ഇത് geostationary ഓർബിറ്റിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ജിയോസ്റ്റേഷനറി ഓർബിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത് സ്റ്റേഷനറി ആയിട്ടിരിക്കും. ഓക്കെ, അത് സ്റ്റാർ പോലെ തിളങ്ങും. പക്ഷെ ജിയോ സിങ്ക്രണസ് ആണെങ്കിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് കറങ്ങി 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 പോകും. ഓക്കെ, അത് എപ്പോഴും എന്താ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആകാശത്ത് നോക്കുന്നവരാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഈ കറങ്ങി പോകുന്ന സ്റ്റാറിനെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പണ്ട് ഞാൻ അതൊക്കെ അന്വേഷിച്ച് പോയി കാലങ്ങളായിരുന്നു. ഞാൻ വെച്ച് പുതിയ എന്തോ സംഭവം ഏലിയൻസ് ഒക്കെ വരുന്നു. പിന്നെയാണ് ഞാൻ സംഭവം 9th നമ്മൾ പഠിക്കുമല്ലോ, 10th തോന്നുന്നു, ജിയോ സിങ്ക്രണസ് എന്താ, ജിയോ സ്റ്റേഷനറി എന്താന്ന് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ കാണുന്നു. ഇൻസാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 200 ട്രാൻസ്പോണ്ടേഴ്സ് ഉണ്ട് സി റീജിയനിൽ, എക്സ്റ്റൻഡഡ് സി KU ബാൻഡ്. ഇതൊക്കെ ഓരോ ബാൻഡാണ് കേട്ടോ, ടെലികമ്മ്യൂണിക്കേഷനിൽ കിട്ടുന്ന ഓരോ ബാൻഡാണ്. അത് വെച്ചാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഏതൊക്കെ ഉപയോഗിക്കുന്നത്? ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, സാറ്റലൈറ്റ് ന്യൂസ് ഗ്യാതറിംഗ്, സൊസൈറ്റൽ ആപ്ലിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി സ്പേസ് സയൻസ് ആൻഡ് എക്സ്പ്ലോറേഷൻ കൂടെ നോക്കാം. ഇൻസാറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ഇനി സ്പേസ് സാറ്റലൈറ്റ് കൂടെ നോക്കുമ്പോൾ നമുക്ക് തീരും. സ്പേസ് സയൻസ് ആൻഡ് എക്സ്പ്ലോറേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന സംഭവമാണ് എന്ത്? ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് അസ്ട്രോണമി മിഷൻ ആണ്. ഇതെല്ലാം കൂടെ ഗ്ലിംസ് ആണ്. പിന്നെ മോം,
ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2. ഓക്കെ, സോ ഇത് ഇത്രയുമാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ലോഞ്ചേഴ്സ് നോക്കണോ? ലോഞ്ചേഴ്സ് നമ്മൾ നോക്കിയല്ലോ. PSLV, GSLV ആണ് നമ്മുടെ മേജർ ലോഞ്ചേഴ്സ്. അതിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഹിസ്റ്റോറിക് ആയിട്ട് ആദ്യത്തേതാണ് സ്റ്റേഷനറി. നോക്കാം, ജസ്റ്റ് നോക്കാം. ആദ്യം സൗണ്ടിങ് റോക്കറ്റ്സ് ആണ് കേട്ടോ. അതിന് ആ ഒരു ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ടോ. ഇപ്പൊ നമ്മൾ സ്ക്രാം ജെറ്റ് എൻജിൻ TD വരെ എത്തിയിരിക്കുകയാണ്. സോ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക.